ഖുദ്സിയായ 40 ഹദീസുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സൃഷ്ടിപ്പ് നിർവഹിച്ചപ്പോൾ തന്റെ പക്കലുള്ള ഗ്രന്ഥത്തിൽ തന്നെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി: നിശ്ചയം എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ പുത്രൻ എന്നെ കളവാക്കി. അവനത് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അവൻ എന്നെ ആക്ഷേപിക്കുകയും ചെയ്തു. അവനത് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. എന്നാൽ എന്നെ കളവാക്കിക്കൊണ്ടുള്ള അവന്റെ പ്രസ്താവം എന്നെ ആദ്യം സൃഷ്ടിച്ചതുപോലെ, അഥവാ മരണാനന്തരം അവൻ എന്നെ ഒരിക്കലും പുനർജീവിപ്പിക്കുകയില്ല എന്നതാണ്. എന്നാൽ അവന്റെ പ്രഥമ സൃഷ്ടിപ്പ് അവനെ പുനരാവിഷ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ എളുപ്പമൊന്നുമില്ല. എന്നാൽ എന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അവന്റെ പ്രസ്താവം അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഞാൻ ഏകനാണ്, സർവാദിനാഥനാണ്. ഞാൻ ജനിതാവല്ല, ജാതനുമല്ല. എനിക്ക് തുല്യരായി ആരും തന്നെയില്ല. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. രാത്രി മഴ വർഷിച്ചതിനെ തുടർന്നുള്ള ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിന്റെ ദൂതർ ഹുദൈബിയയിൽ വെച്ച് ഞങ്ങൾക്ക് സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് വിരമിച്ചപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ നാഥൻ എന്തു പറഞ്ഞുവെന്ന്? അവർ പറഞ്ഞു, അള്ളാഹുവും അവന്റെ ദൂതനും നന്നായി അറിയുന്നവരാണ്. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, ഇന്ന് പ്രഭാതത്തിൽ എന്റെ ദാസന്മാരിൽ എന്നെ വിശ്വസിച്ചവനും അവിശ്വസിച്ചവനും ഉണ്ടായിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണ് മഴ വർഷിച്ചത് എന്ന് പറഞ്ഞവൻ എന്നെ വിശ്വസിച്ചവനും നക്ഷത്രങ്ങളിൽ അഥവാ ഞാറ്റുവേലകളിൽ അവിശ്വസിച്ചവനുമാണ്. എന്നാൽ നമുക്ക് മഴ വർഷിച്ചത് ഇന്ന ഇന്ന ഞാറ്റുവേലകൾ മുഖേനയാണെന്ന് പറഞ്ഞവൻ എന്നെ അവിശ്വസിച്ചവനും നക്ഷത്രത്തിൽ അഥവാ ഞാറ്റുവേലയിൽ വിശ്വസിച്ചവനുമാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ആദമിന്റെ സന്തതികൾ കാലത്തെ ശകാരിക്കുന്നു. എന്നാൽ ഞാനാകുന്നു കാലം, എന്റെ കയ്യിലാകുന്നു രാവും പകലും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്നതനും അനുഗ്രഹദാതാവുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, പങ്കാളികളുടെ പങ്കിന് ഒട്ടും ആവശ്യമില്ലാത്തവനാണ് ഞാൻ. ആരെങ്കിലും മറ്റുള്ളവരെ എന്നോട് പങ്കു ചേർക്കുന്ന ഒരു പ്രവൃത്തി ചെയ്താൽ അവനെയും അവന്റെ പങ്കിനെയും ഞാൻ ഉപേക്ഷിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു: നിശ്ചയം പുനരുദ്ധാരണ നാളിൽ മനുഷ്യരിൽ നിന്ന് ആദ്യമായി ശിക്ഷ നടപ്പാക്കപ്പെടുന്നത് രക്തസാക്ഷിത്വം വരിച്ച ഒരുവനെതിരായിട്ടായിരിക്കും. അങ്ങനെ അവനെ അള്ളാഹുവിന്റെ സന്നിധിയിൽ കൊണ്ടുവരികയും അവനു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനത് ബോധ്യപ്പെടുന്നു. അഥവാ അള്ളാഹു ചോദിക്കും, നീ അവ എന്തു ചെയ്തു? അവൻ പറയും, രക്തസാക്ഷിയാവുന്നതുവരെ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. അവൻ പറയും, നീ പറഞ്ഞത് കളവാണ്. എന്നാൽ നീ യുദ്ധം ചെയ്തത് ധീരൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പറയപ്പെടുകയും ചെയ്തുവല്ലോ. അനന്തരം അവന്റെ കാര്യത്തിൽ കൽപ്പന വരുന്നു. അവനെ മുഖത്തിന്മേൽ വലിച്ചിഴക്കപ്പെടുന്നവനായി നരകത്തിൽ എറിയപ്പെടുന്നു. പിന്നീട് വിദ്യ അഭ്യസിക്കുകയും വിദ്യ അഭ്യസിപ്പിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും ചെയ്ത ഒരാളെ കൊണ്ടുവരപ്പെടുന്നു. അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവനത് ബോധ്യപ്പെടുന്നു. അള്ളാഹു ചോദിക്കും, നീ അവ എന്തു ചെയ്തു? അവൻ പറയും, ഞാൻ അറിവ് പഠിക്കുകയും പഠിപ്പിക്കുകയും നിന്റെ പ്രീതിക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുകയും ചെയ്തു. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. എന്നാൽ നീ വിദ്യ അഭ്യസിച്ചത് പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്തത് ഓത്തുകാരൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയുമായിരുന്നു. അങ്ങനെ പറയപ്പെടുകയും ചെയ്തുവല്ലോ. അനന്തരം അവന്റെ കാര്യത്തിൽ കൽപ്പന വരുന്നു. അവനെ മുഖത്തിന്മേൽ വലിച്ചിഴക്കപ്പെടുന്നവനായി നരകത്തിൽ എറിയപ്പെടുന്നു.
പിന്നീട് അള്ളാഹുവിനാൽ സർവ്വവിധ സാമ്പത്തിക വിശാലതയും നൽകപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടുന്നു. അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന് ബോധ്യപ്പെടുന്നു. അള്ളാഹു ചോദിക്കും, നീ അവ എന്തു ചെയ്തു? അവൻ പറയും, ചിലവഴിക്കപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്ന ഒരു മാർഗവും നിനക്ക് വേണ്ടി ചിലവഴിക്കാതെ ഞാൻ വിട്ടേച്ചിട്ടില്ല. അള്ളാഹു പറയും, നീ കളവാണ് പറയുന്നത്. നീ അങ്ങനെ ചെയ്തത് ഉദാരൻ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ തന്നെ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. അനന്തരം അവന്റെ കാര്യത്തിൽ കൽപ്പന വരുന്നു. അവനെ മുഖത്തിന്മേൽ വലിച്ചിഴക്കപ്പെടുന്നവനായി നരകത്തിലെറിയപ്പെടുന്നു. ഇഖ്ബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. പർവ്വത ശിഖരത്തിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ഇടയന്റെ കാര്യത്തിൽ നിന്റെ നാഥൻ സന്തോഷിക്കുന്നു. അവൻ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു പറയും, എന്റെ ഈ ദാസനെ നോക്കൂ, അവൻ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. അവൻ എന്നിൽ ഭക്തിയുള്ളവനാണ്. എന്റെ ദാസന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഉമ്മുൽ ഖുർആൻ അഥവാ ഫാത്തിഹ പാരായണം ചെയ്യാതെ നമസ്കാരം നിർവഹിച്ചാൽ അത് ന്യൂനവും അപൂർണവുമാണ്. അവിടുന്ന് 3 തവണ ഇത് ആവർത്തിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞങ്ങൾ ഇമാമിന്റെ പിന്നിലായിരുന്നാലോ? അദ്ദേഹം പറഞ്ഞു, അത് സ്വന്തമായി പാരായണം ചെയ്യുക. കാരണം ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമസ്കാരം എനിക്കും എൻ്റെ ദാസനുമിടയിൽ 2 പകുതികളായി ഞാൻ ഭാഗിച്ചിരിക്കുന്നു. എൻ്റെ ദാസൻ ചോദിക്കുന്നതെന്തോ അതവന് ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദാസൻ പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചു. അവൻ അർ-റഹ്മാനിർ റഹീം എന്നു പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ അതിയായി പുകഴ്ത്തിയിരിക്കുന്നു. അവൻ മാലിക് യൗമിദ്ദീൻ എന്നു പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തി. മറ്റൊരിക്കൽ അവൻ പറഞ്ഞത്, എൻ്റെ ദാസൻ എന്നെ ഭരമേൽപ്പിച്ചു എന്നാണ്. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നു പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എൻ്റെയും എൻ്റെ ദാസന്റെയും ഇടയിലുള്ള കാര്യമാണ്. എൻ്റെ ദാസൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എൻ്റെ ദാസനുള്ളതാണ്. എൻ്റെ ദാസൻ എന്താണോ ചോദിച്ചത് അതവനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പുനരുദ്ധാന നാളിൽ ഒരു ദാസൻ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. അത് നന്നായാൽ അവൻ വിജയം വരിച്ചവനും കാര്യം നേടിയവനുമായി, അതിന് ദൂഷ്യം സംഭവിച്ചാൽ അവൻ പരാജിതനും നഷ്ടക്കാരനുമായി തീരും. അവന്റെ നിർബന്ധിത കർമ്മങ്ങളിൽ വല്ല ന്യൂനതയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉന്നതനും പ്രതാപവാനുമായ നാഥൻ പറയും, എൻ്റെ ദാസന്റെ നിർബന്ധിത കർമ്മങ്ങളിലെ ന്യൂനത പരിഹരിക്കാവുന്ന വല്ല ഐച്ഛിക കർമ്മങ്ങളുമുണ്ടോ എന്ന് നോക്കുക. പിന്നീട് അപ്രകാരമായിരിക്കും അവന്റെ ഇതര കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു പറയുന്നു, വ്രതം എനിക്കുള്ളതാണ്, ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നത്. അവന്റെ ലൈംഗികേച്ഛയും അന്നപാനവും അവൻ വെടിയുന്നത് എനിക്ക് വേണ്ടിയാണ്. വ്രതം ഒരു പരിചയാണ്. വ്രതമനുഷ്ഠിക്കുന്നവന് 2 സന്തോഷാവസ്ഥകളുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷവും തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ മറ്റൊരു സന്തോഷവും. വ്രതമനുഷ്ഠിക്കുന്നവന്റെ വായയുടെ ഗന്ധവ്യത്യാസം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ചിലവഴിക്കൂ ആദമിൻ്റെ പുത്ര, നിന്റെ മേൽ ഞാനും ചിലവഴിക്കുന്നതാണ്.
അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പൂർവികരിൽ നിന്ന് ഒരാൾ വിചാരണ ചെയ്യപ്പെട്ടു. ജനങ്ങളോട് ഇടപഴകി ജീവിച്ചതൊഴിച്ചാൽ മറ്റൊരു നന്മയും അദ്ദേഹത്തിന് കണ്ടില്ല. അദ്ദേഹം സമ്പന്നനായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് അഥവാ കടങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തന്റെ സേവകരോട് കൽപ്പിക്കുമായിരുന്നു. അള്ളാഹു പറഞ്ഞതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നേക്കാൾ നാമാണ് അഥവാ ഞെരുക്കമകറ്റാൻ കൂടുതൽ അവകാശപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഞാൻ ദൈവദൂതരുടെ സന്നിധിയിലിരിക്കുമ്പോൾ രണ്ടുപേർ അദ്ദേഹത്തിന്റെ അടുക്കൽ ആഗതരായി. ഒരാൾ ദാരിദ്ര്യത്തെക്കുറിച്ചും അപരൻ വഴിയിലെ കവർച്ചയെക്കുറിച്ചും അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. വഴിയിലെ കവർച്ചയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു, അതിവിദൂരമല്ലാത്തൊരു കാലത്തിനിടയിൽ കാവൽക്കാരനില്ലാതെ ഒരു സാർത്ഥവാഹക സംഘത്തിന് മക്കയിലേക്ക് യാത്ര പോകാൻ കഴിയുമാറാകും. എന്നാൽ ദാരിദ്ര്യമാവട്ടെ തന്നിൽ നിന്ന് തന്റെ സ്വതക്ക അഥവാ ദാനധർമ്മം സ്വീകരിക്കാൻ ആളെ കിട്ടാതെ ഒരാൾ ചുറ്റിത്തിരിയുന്ന അവസ്ഥ സംജാതമാകാതെ കാലാന്ത്യം സംഭവിക്കുകയില്ല തന്നെ. പിന്നീട് നിങ്ങൾ ഓരോരുത്തരും തന്റെ നാഥന്റെ മുമ്പാകെ നിൽക്കുക തന്നെ ചെയ്യും, തന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയോ ദ്വിഭാഷയോ ഇല്ലാതെ. എന്നിട്ട് അവനോട് ചോദിക്കും, നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടില്ലായിരുന്നുവോ? അവൻ പറയും, അതെ. പിന്നെയും അവനോട് ചോദിക്കും, നിന്റെ അടുക്കലേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചില്ലേ? അപ്പോൾ അവൻ പറയും, അതെ. അനന്തരം അവൻ തന്റെ വലതുവശത്തേക്ക് നോക്കും, നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. പിന്നീട് അവന്റെ ഇടതുവശത്തേക്ക് അവൻ നോക്കും, നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നരകാഗ്നിയെ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. ഒരു ഈത്തപ്പഴത്തിന്റെ ചീന്ത് ദാനം ചെയ്തുകൊണ്ടെങ്കിലും, അതിനു കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അനുഗ്രഹപൂർണനും ഉന്നതനുമായ അള്ളാഹുവിന് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധരായ അസംഖ്യം മലക്കുകളുണ്ട്. അവർ ദൈവനാമം സ്മരിക്കുന്ന സദസ്സുകൾ അന്വേഷിച്ച് നടക്കും. ദൈവസ്മരണ നടക്കുന്ന ഒരു സദസ്സു കണ്ടാൽ അവരുടെ കൂടെയിരിക്കും. തങ്ങളുടെയും താഴെ ആകാശത്തിന്റെയും ഇടയ്ക്കുള്ളതെല്ലാം നിറയുവോളം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് അവർ പരസ്പരം പൊതിയുകയും ചെയ്യും. അവർ അഥവാ ജനങ്ങൾ അതിൽ നിന്നും വിരമിച്ചാൽ അവർ അഥവാ മലക്കുകൾ ഉപരിലോകത്തേക്ക് ഉയരുകയും കയറുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു അവരോട് ചോദിക്കുന്നു. അവനാകട്ടെ അവരെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവനുമാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഭൂമിയിലുള്ള നിന്റെ ചില ദാസന്മാരുടെ അടുക്കൽ നിന്നാണ് വരുന്നത്. അവർ നിന്നെ പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. അവൻ ചോദിച്ചു, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? അവർ പറഞ്ഞു, അവർ നിന്റെ സ്വർഗം ചോദിക്കുന്നു. അവൻ ചോദിച്ചു, അവർ എന്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല നാഥ. അവൻ പറഞ്ഞു, അവരെങ്ങാനും എന്റെ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ അഥവാ മലക്കുകൾ പറഞ്ഞു, അവർ നിന്നോട് അഭയം തേടുകയും ചെയ്യുന്നു. അവൻ ചോദിച്ചു, എന്തിൽ നിന്നാണ് അവർ എന്നോട് അഭയം ചോദിക്കുന്നത്? അവർ പറഞ്ഞു, നിന്റെ നരകാഗ്നിയിൽ നിന്ന്. അവൻ ചോദിച്ചു, അവർ എന്റെ നരകാഗ്നി കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. അവൻ പറഞ്ഞു, അവരെങ്ങാനും എന്റെ നരകാഗ്നി കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ അഥവാ മലക്കുകൾ പറഞ്ഞു, അവർ നിന്നോട് പാപമോചനത്തിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പോൾ അള്ളാഹു പറയും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവർ ചോദിച്ചത് ഞാൻ അവർക്ക് നൽകുകയും അവർ അഭയം തേടിയതിൽ നിന്ന് ഞാൻ അവർക്ക് അഭയം നൽകുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ മലക്കുകൾ പറയുന്നു, നാഥ, അവരുടെ കൂട്ടത്തിൽ ഇന്ന വ്യക്തി ഒരു പാപിയായ ദാസനാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുക മാത്രമാണുണ്ടായത്. അപ്പോൾ അല്ലാഹു പറയുന്നു, അവനും ഞാൻ പാപമോചനം നൽകിയിരിക്കുന്നു. അവർ ഒരു ജനവിഭാഗമാണ്. അവരുടെ കൂടെ ഇരിക്കുന്നവർ പോലും ദൗർഭാഗ്യവാന്മാരായി പോവുകയില്ല.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അല്ലാഹു പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നെക്കുറിച്ച് എൻ്റെ ദാസൻ ചിന്തിക്കുന്നത് പോലെയാണ് ഞാൻ. അവൻ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെയാകുന്നു. അവൻ എന്നെ സ്വന്തമായി സ്മരിച്ചാൽ അവനെ ഞാനും സ്വന്തമായി സ്മരിക്കും. അവൻ എന്നെ ഒരു സമൂഹത്തിൽ സ്മരിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തിൽ ഞാൻ അവനെയും സ്മരിക്കുന്നതാണ്. അവൻ എന്നോട് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനോട് ഒരു മുഴമടുക്കും. അവൻ എന്നോട് ഒരു മുഴമെടുത്താൽ ഞാൻ അവനോട് ഒരു മാർ അടുക്കുന്നതാണ്. നടന്നുകൊണ്ടാണ് അവൻ എന്നെ സമീപിക്കുന്നതെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഉന്നതനും പ്രതാപവാനുമായ തൻ്റെ നാഥൻ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏതെന്ന് അള്ളാഹു രേഖപ്പെടുത്തി. അനന്തരം അവനത് വിശദീകരിച്ചു. ഒരുവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ടത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു അവൻ വേണ്ടി തൻ്റെ അടുക്കൽ ഒരു പൂർണ്ണ നന്മ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി അവൻ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ 10 ഇരട്ടി മുതൽ 700 അതിലും അധികം ഇരട്ടികളോ സൽക്കർമ്മങ്ങളായി അള്ളാഹു അത് രേഖപ്പെടുത്തുന്നു. ഒരുവൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും എന്നിട്ടത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനു വേണ്ടി തൻ്റെ അടുക്കൽ ഒരു പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്നു. ഇനി അവനത് ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു തിന്മ മാത്രമായി അള്ളാഹു അത് രേഖപ്പെടുത്തുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഉന്നതനും പ്രതാപവാനുമായ തൻ്റെ നാഥൻ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ ദാസന്മാരെ, അക്രമത്തെ എനിക്കു ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതുപോലെ നിങ്ങൾക്കും അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമിക്കരുത്. എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വഴിയറിയാത്തവരാകുന്നു, ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മാർഗം തേടുക, ഞാൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകാം. എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ആഹാരം നൽകിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആഹാരം തേടുവീൻ, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകാം. എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം. എൻ്റെ ദാസന്മാരെ, നിങ്ങൾ രാപ്പകൽ തെറ്റ് ചെയ്യുന്നവരാണ്, ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, ഞാൻ നിങ്ങൾക്ക് പാപങ്ങൾ പൊറുത്തു തരുന്നതാണ്. എൻ്റെ ദാസന്മാരെ, എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾക്കാവുകയില്ല, എങ്കിലല്ലേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയുള്ളൂ. എനിക്ക് ഉപകാരം ചെയ്യാനും നിങ്ങൾക്കാവില്ല, എങ്കിലല്ലേ നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യുകയുള്ളൂ. എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും മനുഷ്യരും ജിന്നുകളുമെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യന്റെ മനസ്സിലെ ഭക്തി കാണിച്ചാലും അതെന്റെ ആധിപത്യത്തിൽ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും മനുഷ്യരും ജിന്നുകളുമെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലെ ദുഷ്ടനായ ഒരു മനുഷ്യന്റെ മനസ്സിലെ ദുഷ്ടത കാണിച്ചാലും എൻ്റെ ആധിപത്യത്തിൽ ഒട്ടും അത് കുറവ് വരുത്തുകയില്ല. എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തവരും അവസാനത്തവരും മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയും അങ്ങനെ ഓരോരുത്തനും അവൻ ആവശ്യപ്പെട്ടത് ഞാൻ നൽകുകയും ചെയ്താലും, സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ സമുദ്രത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നത്രയല്ലാതെ എൻ്റെ പക്കലുള്ളതിൽ നിന്നും ഒന്നും ചുരുങ്ങിപ്പോവുകയില്ല. എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും പിന്നീട് അവയുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും നന്മ ലഭിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊള്ളട്ടെ. ആർക്കെങ്കിലും നന്മയല്ലാത്തത് ലഭിച്ചാൽ തന്നെയല്ലാതെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പുനരുദ്ധാന നാളിൽ അല്ലാഹു ചോദിക്കും, ആദമിന്റെ പുത്ര, ഞാൻ രോഗിയായപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല? അവൻ പറയും, നാഥ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുന്നത്? നീ പ്രപഞ്ചനാഥനല്ലേ.
അവൻ ചോദിക്കും, നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ ഇന്ന ദാസൻ രോഗിയായത്? എന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്കെന്നെ അവൻ്റെ അടുക്കൽ കാണാമായിരുന്നുവെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? ആദമിൻ്റെ പുത്ര, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, പക്ഷേ നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. അവൻ പറയും, നാഥ, ഞാൻ എങ്ങനെയാണ് നിനക്ക് ഭക്ഷണം നൽകുന്നത്? നീ പ്രപഞ്ചനാഥനല്ലേ? അവൻ ചോദിക്കും, നിനക്കറിയാമായിരുന്നില്ലേ എൻ്റെ ഇന്ന ദാസൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടത്? പക്ഷേ നീ അവനെ ഭക്ഷിപ്പിച്ചില്ല. നിനക്കറിയാമായിരുന്നില്ലേ നീ അവന് ഭക്ഷണം ഊട്ടിയിരുന്നുവെങ്കിൽ അത് എൻ്റെ പക്കൽ നിനക്ക് കാണാമായിരുന്നുവെന്ന്? ആദമിൻ്റെ പുത്ര, ഞാൻ നിന്നോട് പാനജലം ആവശ്യപ്പെട്ടു, പക്ഷേ നീ എനിക്ക് പാനജലം നൽകിയില്ല. അവൻ പറയും, നാഥ, ഞാൻ എങ്ങനെയാണ് നിനക്ക് പാനജലം നൽകുന്നത്? നീ പ്രപഞ്ചനാഥനല്ലേ? അവൻ പറയും, എൻ്റെ ഇന്ന ദാസൻ നിന്നോട് പാനജലം ആവശ്യപ്പെട്ടു, പക്ഷേ നീ അവന് പാനജലം നൽകിയില്ല. എന്നാൽ നീ അവന് പാനജലം നൽകിയിരുന്നുവെങ്കിൽ നിനക്കത് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു പറഞ്ഞു, അഹംഭാവം എൻ്റെ ശിരോവസ്ത്രവും മഹത്വം എൻ്റെ ഉടുവസ്ത്രവുമാകുന്നു. ഇവയിലേതെങ്കിലും ഒന്നിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചാൽ ഞാൻ അവനെ അഗ്നിയിലെറിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗ്ഗ കവാടങ്ങൾ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും തുറക്കപ്പെടുന്നു. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത എല്ലാ അടിമകളുടെയും പാപങ്ങൾ അന്ന് പൊറുക്കപ്പെടും. തന്റെയും തന്റെ സഹോദരന്റെയും ഇടയിൽ വൈരം വെച്ചു പുലർത്തുന്ന മനുഷ്യരൊഴികെ അവരെ സംബന്ധിച്ച് അപ്പോൾ വിളംബരം ചെയ്യപ്പെടുന്നു. അവർ രണ്ടുപേരും പരസ്പരം നന്നാകുവോളം അവരെ പിന്തിക്കുക. അവർ രണ്ടുപേരും പരസ്പരം നന്നാകുവോളം അവരെ പിന്തിക്കുക. അവർ രണ്ടുപേരും പരസ്പരം നന്നാകുവോളം അവരെ പിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, പുനരുത്ഥാന നാളിൽ 3 വിഭാഗം ആളുകളുടെ പ്രതിയോഗിയായിരിക്കും ഞാൻ. എന്നോട് കരാർ ചെയ്തതിനു ശേഷം വഞ്ചിച്ചവൻ, സ്വതന്ത്രനായ മനുഷ്യനെ വിറ്റ് അതിന്റെ വില ഭുജിച്ചവൻ, തൊഴിലാളിയെക്കൊണ്ട് പൂർണ്ണമായി പണിയെടുപ്പിച്ച് അവന്റെ പ്രതിഫലം നൽകാത്തവൻ. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളാരും ആത്മനിന്ദ ചെയ്യരുത്. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങളിൽ ഒരാൾ എങ്ങനെയാണ് ആത്മനിന്ദ നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവൻ ചിലത് പറയേണ്ടതുണ്ടായിരുന്നു, എന്നാൽ അവൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ പുനരുത്ഥാന നാളിൽ ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു അവനോട് ചോദിക്കും, എന്താണ് ഇന്ന കാര്യങ്ങളിൽ സംസാരിക്കുന്നതിൽ നിനക്ക് തടസ്സമായി ഭവിച്ചത്? അപ്പോൾ അവൻ പറയും, ജനങ്ങളെ ഭയന്നതുകൊണ്ട്. അപ്പോൾ അല്ലാഹു ചോദിക്കും, നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ അർഹനായിട്ടുള്ളവൻ ഞാനായിരുന്നില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം പുനരുത്ഥാന നാളിൽ അല്ലാഹു ചോദിക്കും, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം സ്നേഹിച്ചവർ എവിടെ? എന്റെ തണലല്ലാതെ മറ്റു തണലൊന്നും ലഭിക്കാത്ത ഈ നാളിൽ ഞാൻ അവർക്ക് എന്റെ തണലേകുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു ഒരു ദാസനെ സ്നേഹിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് ഇങ്ങനെ പറയും, ഞാൻ ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവനെ സ്നേഹിക്കുക. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ജിബ്രീൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അനന്തരം ഉപരിലോകത്ത് ഇപ്രകാരം വിളംബരം ചെയ്യപ്പെടുന്നു, നിശ്ചയം അല്ലാഹു ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, അതിനാൽ അദ്ദേഹത്തെ നിങ്ങളും സ്നേഹിക്കുക. അങ്ങനെ ഉപരിലോകത്തുള്ളവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അനന്തരം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വീകാര്യത നിശ്ചയിക്കപ്പെടുകയായി. അല്ലാഹു ഒരു ദാസനോട് കോപിച്ചാൽ ജിബ്രീലിനെ വിളിച്ച് ഇപ്രകാരം പറയും, ഞാൻ ഇന്ന വ്യക്തിയെ വെറുക്കുന്നു. അപ്പോൾ ജിബ്രീൽ അവനെ വെറുക്കുന്നു.
അനന്തരം ആകാശലോകത്ത് ഇപ്രകാരം വിളംബരം ചെയ്യപ്പെടുന്നു: നിശ്ചയം അല്ലാഹു ഇന്ന വ്യക്തിയോട് കോപിച്ചിരിക്കുന്നു, അതിനാൽ അവനോട് നിങ്ങളും കോപിക്കുക. പ്രവാചകൻ പറഞ്ഞു: അങ്ങനെ അവർ അവനോട് കോപിക്കുന്നു. അനന്തരം ഭൂമിയിൽ അവന് കോപം നിശ്ചയിക്കപ്പെടുകയായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു പറഞ്ഞു, എന്റെ ഇഷ്ടദാസനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിർബന്ധമായി കൽപ്പിച്ച കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നുകൊണ്ടും എന്റെ ദാസന് എന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഉപയുക്തമായിട്ടില്ല. ഐച്ഛികമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് എന്റെ ദാസൻ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനായിരിക്കും. എന്നോടവൻ ചോദിച്ചാൽ ഞാൻ അതവന് നൽകുക തന്നെ ചെയ്യും. എന്നോടവൻ സംരക്ഷണം ചോദിച്ചാൽ ഞാൻ അവന് രക്ഷ നൽകുക തന്നെ ചെയ്യും. വിശ്വാസിയായ എൻ്റെ ദാസന്റെ ആത്മാവ് പിടിക്കുന്നതിനേക്കാൾ ഞാൻ സംശയിച്ചു നിൽക്കുന്ന ഒരു കാര്യവുമില്ല. അവൻ മരണത്തെ വെറുക്കുന്നു, അവനെ വിഷമിപ്പിക്കുന്നത് ഞാനും വെറുക്കുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു പറഞ്ഞു, എന്റെ വലിയുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ജീവിത വിഭവങ്ങൾ തുച്ഛമായവനും നമസ്കാരത്തിന്റെ പങ്ക് കൂടിയവനുമായ വിശ്വാസിയാകുന്നു. തന്റെ നാഥനുള്ള ആരാധനാകർമ്മങ്ങൾ അവൻ ഭംഗിയായി നിർവഹിക്കുകയും രഹസ്യത്തിലും അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാത്തവനും വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടാത്തവനുമാണ്. ഉപജീവനം വളരെ പരിമിതമായിരുന്നിട്ടും അദ്ദേഹം ക്ഷമ അവലംബിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു: മരണം അദ്ദേഹത്തിലേക്ക് ധൃതി കാണിക്കുന്നു. അദ്ദേഹത്തിനു വേണ്ടി വിലപിക്കുന്നവർ നന്നേ കുറവാണ്. അദ്ദേഹത്തിന്റെ അനന്തര സ്വത്താകട്ടെ വളരെ തുച്ഛവുമാണ്. മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: ഞങ്ങൾ അഥവാ ഞാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഖുർആൻ സൂക്തത്തെക്കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അവരുടെ നാഥന്റെ സന്നിധിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു: ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: അവരുടെ ആത്മാക്കൾ പച്ചക്കിളികളുടെ ആന്തരഭാഗത്താകുന്നു. അവയ്ക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ തൂക്കിയിടപ്പെട്ട റാന്തലുകളുണ്ട്. സ്വർഗത്തിൽ അവയ്ക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് സ്വതന്ത്രമായി അവർ വിഹരിച്ച ശേഷം ആ റാന്തലുകളിൽ അവ അഭയം തേടുന്നു. അപ്പോൾ അവരുടെ നാഥൻ അവരെ എത്തിനോക്കി ചോദിക്കുന്നു: നിങ്ങൾ എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു: ഞങ്ങൾ എന്താശിക്കാനാണ്? സ്വർഗത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക് വിഹരിക്കുമ്പോൾ. അങ്ങനെ 3 തവണ ആവർത്തിച്ചു ചോദിച്ചു. ഇനിയും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ വിട്ടേക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു: നാഥ, നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വധിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാക്കളെ ഞങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ മടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ലെന്ന് കണ്ട് അള്ളാഹു അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുന്നു. ജുൻദൂബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: നിങ്ങളുടെ പൂർവികരിൽപ്പെട്ട ഒരു മനുഷ്യൻ തനിക്കു പറ്റിയ ഒരു മുറിവിൽ വിഭ്രാന്തനായി ഒരു കത്തിയെടുത്ത് തന്റെ കൈ അതുകൊണ്ട് മുറിച്ചു. അദ്ദേഹത്തിന് മരണം സംഭവിക്കുവോളം രക്തപ്രവാഹം നിലച്ചില്ല. അല്ലാഹു തആല പറഞ്ഞു: എന്റെ ദാസൻ സ്വയം തന്നെ എന്റെ അടുക്കലേക്ക് എത്താൻ ധൃതി കാണിച്ചു. അതുകൊണ്ട് അവന് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: വിശ്വാസിയായ എന്റെ ദാസന്റെ ഇഹലോകത്തെ ഒരു ആത്മമിത്രത്തെ ഞാൻ മരണത്തിലൂടെ പിടികൂടുകയും പ്രതിഫലേച്ഛയോടുകൂടി അവനതിൽ ക്ഷമിക്കുകയും ചെയ്താൽ സ്വർഗമല്ലാതെ
അവന് പ്രതിഫലമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു പറഞ്ഞു, എന്റെ ദാസൻ എന്നെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നു. എന്നെ കണ്ടുമുട്ടുന്നത് അവൻ വെറുത്താൽ അവനെ കണ്ടുമുട്ടുന്നത് ഞാനും വെറുക്കുന്നു. മുസ്ലിമിന്റെ ഒരു നിവേദനത്തിൽ ഈ ഹദീസിന്റെ ആശയം കൂടുതൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഈ നിവേദനം ഖുദ്സിയല്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവും ഇഷ്ടപ്പെടുന്നു. ആരെങ്കിലും അല്ലാഹുവെ കണ്ടുമുട്ടുന്നത് വെറുത്താൽ അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവും വെറുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, മരണത്തോടുള്ള വെറുപ്പാണോ ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, അങ്ങനെയല്ല. പ്രത്യുത ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ അനുഗ്രഹത്തെയും അവന്റെ സംതൃപ്തിയെയും അവന്റെ സ്വർഗത്തെയും കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ അല്ലാഹുവെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു. ഒരു വിശ്വാസി അല്ലാഹുവിന്റെ ശിക്ഷയെയും കോപത്തെയും കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ അല്ലാഹുവെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നു. അപ്പോൾ അല്ലാഹു അവനെയും വെറുക്കുന്നു. ജുൻദൂബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണേ, ഇന്ന വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന് ഒരാൾ സത്യം ചെയ്തു പറഞ്ഞു. ഉടനെ അല്ലാഹു ചോദിച്ചു, ഇന്ന വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ലെന്ന് എന്റെ പേരിൽ സത്യം ചെയ്തവൻ ആരാണ്? നിശ്ചയം ഞാൻ നിന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിക്കളയുകയും ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തത്തോട് അമിതമായി പാപം ചെയ്ത ഒരു മനുഷ്യൻ മരണാസന്നനായപ്പോൾ തന്റെ മക്കളെ വിളിച്ചു അന്ത്യോപദേശം നൽകി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരണമടഞ്ഞാൽ നിങ്ങൾ എന്നെ കരിച്ചു കളയുക, പിന്നീട് നിങ്ങൾ എന്നെ പൊടിച്ചു കളയുക, അനന്തരം എന്നെ സമുദ്രത്തിൽ വിതറുക. അല്ലാഹുവാണേ സത്യം, എന്റെ നാഥൻ എന്നെ പിടികൂടുകയാണെങ്കിൽ അവൻ മറ്റാരെയും ശിക്ഷിക്കാത്ത രൂപത്തിൽ എന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അവർ അദ്ദേഹത്തെ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചു, നീ സ്വീകരിച്ചത് പുറത്തു വിടുക. ഉടനെ അവനതാ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, നിന്റെ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ്? അദ്ദേഹം പറഞ്ഞു, നാഥ, നിന്നെ ഭയന്നതുകൊണ്ട്. അത് കാരണം അവന് പുറത്തു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഉന്നതനും പ്രതാപവാനുമായ തന്റെ നാഥൻ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ ഒരു അടിമ ഒരു പാപം ചെയ്തപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ പാപം നീ എനിക്ക് പുറത്തു തരേണമേ. അപ്പോൾ ഉന്നതനും അനുഗ്രഹമേറിയവനുമായവൻ പറഞ്ഞു, എന്റെ ദാസൻ ഒരു തെറ്റു ചെയ്തു. അവന് തെറ്റ് പൊറുക്കുകയും അതിനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നാഥനുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പിന്നെയും അവൻ ആവർത്തിച്ചു തെറ്റു ചെയ്തു. ഉടനെ അവൻ പ്രാർത്ഥിച്ചു, നാഥ, നീ എനിക്കെന്റെ പാപം പൊറുത്തു തരണമേ. അപ്പോൾ ഉന്നതനും അനുഗ്രഹമേറിയവനുമായവൻ പറഞ്ഞു, എന്റെ ദാസൻ തെറ്റു ചെയ്തു. അവന് പൊറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നാഥനുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പിന്നെയും അവൻ ആവർത്തിച്ചു തെറ്റു ചെയ്തു. ഉടനെ അവൻ പ്രാർത്ഥിച്ചു, നാഥ, എന്റെ പാപം നീ എനിക്ക് പൊറുത്തു തരണമേ. അപ്പോൾ ഉന്നതനും അനുഗ്രഹമേറിയവനുമായവൻ പറഞ്ഞു, എന്റെ ദാസൻ തെറ്റ് ചെയ്തു. അവന് പാപം പൊറുക്കുകയും തെറ്റിനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നാഥനുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. നീ ഉദ്ദേശിച്ചത് ചെയ്യുക, നിനക്ക് നാം പുറത്തു തന്നിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു. അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ പുത്ര, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്റെ കാരുണ്യം ആശിക്കുകയും ചെയ്യുന്ന കാലമത്രയും നിന്നിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങൾ ഗൗനിക്കാതെ നിനക്ക് ഞാൻ പുറത്തു തരുന്നതാണ്. ആദമിന്റെ പുത്ര, നിന്റെ പാപങ്ങൾ ചക്രവാളത്തോളം എത്തിയാലും നീ എന്നോട് പാപമോചനത്തിന് അർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. ആദമിന്റെ പുത്ര, ഭൂമിയോളം വരുന്ന പാപങ്ങളുമായി എന്നോട് ഒന്നിനെയും പങ്കുചേർക്കാത്ത നിലയിൽ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ അത്
അതിന് തുല്യമായ പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികൾ പുനരുദ്ധാന നാളിൽ സമ്മേളിച്ചുകൊണ്ട് പറയും, നമുക്ക് നമ്മുടെ നാഥന്റെ അടുക്കലേക്ക് ശുപാർശ നടത്തിയാലോ? അങ്ങനെ അവർ ആദമിനെ സമീപിച്ചു പറയുന്നു, താങ്കൾ മനുഷ്യവർഗത്തിന്റെ പിതാവാണ്. താങ്കളെ അല്ലാഹു അവന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചു. അവന്റെ മലക്കുകളെ അവൻ താങ്കൾക്ക് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യിച്ചു. എല്ലാ വസ്തുക്കളുടെയും നാമം അവൻ താങ്കൾക്ക് പഠിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞങ്ങളുടെ ഈ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്കൊരാശ്വാസം ലഭിക്കുവാൻ വേണ്ടി താങ്കളുടെ നാഥന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താലും. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരമൊരു അവസ്ഥയിലല്ല ഉള്ളത്. അദ്ദേഹം തന്റെ പാപത്തെക്കുറിച്ച് സ്മരിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നൂഹിനെ സമീപിക്കുക. ഭൂമിയിലെ നിവാസികളിലേക്ക് നിയോഗിതനായ പ്രഥമ ദൂതനാണ് അദ്ദേഹം. അങ്ങനെ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരമൊരു അവസ്ഥയിലല്ല ഉള്ളത്. തനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സ്മരിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ ഹൂദ് അധ്യായത്തിൽ 45-46 സൂക്തങ്ങളിലെ പരാമർശമാണ് ഇവിടെ ഉദ്ദേശ്യം. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ പരമകാരുണ്യകന്റെ സ്നേഹിതനെ സമീപിക്കുക. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉടനെ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരമൊരു അവസ്ഥയിലല്ല ഉള്ളത്. നിങ്ങൾ മൂസയെ സമീപിക്കുക. അള്ളാഹു നേരിൽ സംസാരിച്ച ദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തൗറാത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരമൊരു അവസ്ഥയിലല്ല ഉള്ളത്. ഒരാത്മാവിന് പകരമല്ലാതെ മറ്റൊരാത്മാവിനെ വധിച്ചു കളഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം സ്മരിക്കുകയും തന്റെ നാഥനിൽ നിന്ന് അദ്ദേഹം ലജ്ജിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ അൽ ഖസസ് എന്ന അധ്യായത്തിലെ 15-16 സൂക്തങ്ങളിലെ സംഭവങ്ങളാണ് ഉദ്ദേശം. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈസയെ സമീപിക്കുക. അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ വചനവും ആത്മാവുമാണ്. അങ്ങനെ അവർ അദ്ദേഹത്തെ സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരമൊരു അവസ്ഥയിലല്ല ഉള്ളത്. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുക. തന്റെ മുൻകാല പാപങ്ങളും പിൻകാല പാപങ്ങളുമെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത ദാസനാണ് അദ്ദേഹം. അങ്ങനെ അവർ എന്നെ സമീപിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ നാഥനോട് അനുമതി തേടുന്നതിന് വേണ്ടി പോകുന്നു. അനുമതി ലഭിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ നാഥനെ കണ്ടപ്പോൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അവൻ്റെ മുന്നിൽ വീഴുന്നു.
അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച അത്രയും സമയം അവൻ എന്നെ അങ്ങനെ തന്നെ വിട്ടേക്കുന്നു. പിന്നീട് വിളംബരം ചെയ്യപ്പെടുന്നു. നിന്റെ ശിരസ്സുയർത്തുക, ചോദിക്കുക, നൽകപ്പെടുന്നതാണ്. പറയുക, കേൾക്കപ്പെടുന്നതാണ്. ശുപാർശ ചെയ്യുക, നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശിരസ്സുയർത്തി അവൻ എന്നെ പഠിപ്പിച്ച സ്തുതിവാക്കുകൾ കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നതാണ്. പിന്നീട് ഞാൻ ശുപാർശ നടത്തുന്നു. അപ്പോൾ എനിക്കൊരു പരിധി നിർണയിച്ചു തരുന്നു. അവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നെയും ഞാൻ അവൻ്റെ അടുക്കലേക്ക് മടങ്ങുന്നു. ഞാൻ എൻ്റെ നാഥനെ കണ്ടപ്പോൾ നേരത്തെ പോലെ സാഷ്ടാംഗം ചെയ്യുന്നവനായി വീഴുന്നു. പിന്നെ ഞാൻ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ അവൻ എനിക്ക് ഒരു പരിധി നിർണയിച്ചു തരുന്നു. അവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമതും ഞാൻ അവൻ്റെ അടുക്കിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ഞാൻ പറയുന്നു, ഖുർആൻ തടഞ്ഞു നിർത്തിയവരും അഥവാ അതിൽ ശാശ്വതരായിരിക്കും എന്ന ഖുർആൻ പ്രയോഗമാണ് ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ ശാശ്വതവാസം നിർബന്ധിതമായി തീർന്നവരുമല്ലാതെ ഇനി നരകത്തിൽ അവശേഷിക്കുന്നില്ല. ബുഖാരിയുടെ തന്നെ മറ്റൊരു നിവേദന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് പറഞ്ഞവനും തന്റെ മനസ്സിൽ ഒരു ബാർലിമണിയോളം തൂക്കത്തിൽ നന്മയുള്ളവനും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനും തന്റെ മനസ്സിൽ ഒരു ഗോതമ്പ് മണിയോളം തൂക്കത്തിൽ നന്മയുള്ളവനും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനും തന്റെ മനസ്സിൽ ഒരു അണുതൂക്കം നന്മയുള്ളവനും നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, സുഹൃതവാന്മാരായ എൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ മനസ്സും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ സുഖ സൗകര്യങ്ങളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് പാരായണം ചെയ്യുക. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഒരു മനുഷ്യാത്മാവിനും അറിയില്ല കൺകുളിർമയായി അവർക്ക് കോപിമാക്കപ്പെട്ടത് എന്താണെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സ്വർഗ നരകങ്ങൾ സൃഷ്ടിച്ചു. ജിബ്രീലിനെ സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, അതിലേക്കും അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതിലേക്കും നോക്കുക. അദ്ദേഹം അഥവാ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ പോയി സ്വർഗത്തിലേക്കും അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി സജ്ജമാക്കിയതിലേക്കും നോക്കി. അദ്ദേഹം അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിയെത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മഹത്വത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. അതിനെക്കുറിച്ച് കേൾക്കുന്നവരാരും തന്നെ അതിൽ പ്രവേശിക്കാതിരിക്കില്ല. ഉടനെ വിഷമകരമായ കാര്യങ്ങളാൽ അത് അഥവാ സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അനന്തരം അവൻ പറഞ്ഞു, അവിടേക്ക് തന്നെ മടങ്ങി അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി ഞാൻ എന്തു സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് നോക്കുക. അദ്ദേഹം അഥവാ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടേക്ക് തന്നെ മടങ്ങി നോക്കുമ്പോൾ വിഷമകരമായ കാര്യങ്ങളാൽ അത് വലയം ചെയ്യപ്പെട്ടതായി കണ്ടു. അപ്പോൾ അവന്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് പറഞ്ഞു, നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു. ആരും അതിൽ പ്രവേശിക്കുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നരകത്തിലേക്ക് പോയി അതിലേക്കും അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി സജ്ജമാക്കിയതിലേക്കും നോക്കുകയെന്ന് അവൻ പറഞ്ഞു. അപ്പോഴത് ഒന്നിനുമീതെ ഒന്നായി അടുക്കുകളാക്കി നിർത്തിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അഥവാ ജിബ്രീൽ അവന്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു. അതിനെക്കുറിച്ച് കേൾക്കുന്നവരാരും തന്നെ അതിൽ പ്രവേശിക്കുകയില്ല. ഉടനെ ദേഹേച്ഛകളാൽ അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അവൻ പറഞ്ഞു, അങ്ങോട്ട് തന്നെ മടങ്ങുക. അപ്പോൾ അദ്ദേഹം അഥവാ ജിബ്രീൽ അങ്ങോട്ട് തന്നെ മടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പ്രതാപത്തെ ഞാൻ വാഴ്ത്തുന്നു. അതിൽ അഥവാ നരകത്തിൽ പ്രവേശിച്ചല്ലാതെ ആരും പുറത്തു കടക്കുകയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗവും നരകവും പരസ്പരം വാഗ്വാദം നടത്തി.
നരകം പറഞ്ഞു, സ്വേച്ഛാധിപതികളും അഹങ്കാരികളുമെല്ലാം എന്നിലാണ്. സ്വർഗം പറഞ്ഞു, എന്നിലാണ് മനുഷ്യരിലെ ദുർബലരും സാധുക്കളുമായിട്ടുള്ളവർ. അപ്പോൾ അള്ളാഹു അവ രണ്ടിനുമിടയിൽ വിധി തീർപ്പു നടത്തി. നീ സ്വർഗം എൻ്റെ കാരുണ്യമാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുഖേന ഞാൻ കരുണ ചെയ്യുന്നതാണ്. നീ നരകം എൻ്റെ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നീ മുഖേന ഞാൻ ശിക്ഷിക്കുന്നതാണ്. നിങ്ങൾ രണ്ടിനെയും നിറയ്ക്കാനുള്ള ബാധ്യത എൻ്റേതാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സ്വർഗാവകാശികളെ വിളിക്കും, സ്വർഗാവകാശികളെ. അപ്പോൾ അവർ മറുപടി പറയും, ഉത്തരവ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്റെ അനുഗ്രഹത്തിലാണ്, നന്മ നിന്റെ കരങ്ങളിലാണ്. അവൻ ചോദിക്കും, നിങ്ങൾ സംതൃപ്തരാണോ? അവർ പറയും, ഞങ്ങൾ എന്തിനാണ് തൃപ്തിപ്പെടാതിരിക്കുന്നത്? നിന്റെ സൃഷ്ടികളിൽ ആർക്കും നീ നൽകിയിട്ടില്ലാത്തത് ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ അവൻ പറയും, അതിനേക്കാൾ മെച്ചമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ? അപ്പോൾ അവർ പറയും, നാഥ, അതിനേക്കാൾ മെച്ചമായത് എന്താണുള്ളത്? അവൻ പറയും, എന്റെ തൃപ്തി നിങ്ങൾക്കുമേൽ ഞാൻ ചൊരിയുന്നു, ഇനിമേൽ ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല. നേർമൊഴി, ജീവിത വഴിയിലെ പ്രമാണനാളം. ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.